പുതിയ പെണ്ണ് കൊള്ളാം അല്ലേ? പ്രീ ചേച്ചിയാണോ? അടിപൊളി. പ്രീ ചേച്ചി എങ്ങനെ പുതിയ പെണ്ണാവുന്നേ? കല്യാണം കഴിച്ചാൽ പിന്നെ പുതിയ പെണ്ണല്ലേ. പുതിയ പെണ്ണും പുയ്യാപ്പിളി. ഡാ പൊട്ട, പ്രീ ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞേ. നമ്മുടെ ഓഫീസിൽ വന്ന ന്യൂ എൻട്രി ഇല്ലേ, എന്തായിരുന്നു അവളുടെ പേര്? സാന്ദ്ര. അപ്പൊ നിനക്ക് അറിയാല്ലേ? അറിയാണ്ടിരിക്കാൻ എനിക്കത് കണ്ടുകൊണ്ടൂടെ? നിനക്ക് കണ്ണ് കാണാം എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പം എന്താ അറിയേണ്ടത്? ഓ, എനിക്കിനി നീ പറഞ്ഞൊന്നും അറിയണ്ട, അല്ലാണ്ട് തന്നെ എല്ലാം അറിയാം. എന്നൊന്നും ഉണ്ടായിരിക്കും പട്ടടാ. പക്ഷെ എനിക്കെല്ലാം അറിയാം. അറിയാലോ, എന്നാ ആരോടും പറയണ്ട. അപ്പൊ അത്രയ്ക്കല്ലേ രഹസ്യാണല്ലേ? എന്ത് രഹസ്യം? രഹസ്യം? എന്ത് രഹസ്യം? എന്നോട് പറ. രഹസ്യം ഒന്നും അങ്ങനെ പരസ്യമാക്കാനുള്ളതല്ല. എന്നോട് പറഞ്ഞ് ഞാൻ പരസ്യമാക്കൊന്നുമില്ല. ഞാൻ രഹസ്യമായിട്ട് തന്നെ വെച്ചോളാം. പറ. അതെ, ഓഫീസിലൊരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇവൻ അവളെ നേരത്തെ അറിയാടോ. എനിക്കെങ്ങനെ അറിയാൻ? ആരാരെ? എടാ കണ്ണുള്ളവനെ, നീ അവളെ നോക്കിയ നോട്ടത്തിലെ എനിക്ക് കാര്യം പിടികിട്ടി. ദിവസം കഴിയുന്നവരോട് സംഭവമായിട്ട് അറിയാനുള്ള ഇവിടെ നമുക്ക് നാസൊക്കെ വല്ലതും പിടിച്ചു കൊടുത്താലോ? ചൊവ്വയിലേക്ക് വല്ലതും പറഞ്ഞിട്ടില്ലേ? നീ അങ്ങനെ വിഷയം മാറ്റണ്ടാട്ടാ. എന്താണ് സംഭവം? പറ. അതെ, നമ്മുടെ ഓഫീസിൽ ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. നീ അറിഞ്ഞ നമ്മുടെ ശ്രീശാന്തിന്റെ ബാൻ മാറി? പിന്നെ സത്യം. എപ്പോ? അതൊക്കെ ഉണ്ടായി. നീ ഇനിയിപ്പോ നമ്മുടെ പയ്യനെ ക്രിക്കറ്റ് കളിക്കാം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ആ ഫോൺ എടുത്ത് നോക്കി, അതിനകത്ത് BCCIയുടെ മിസ് കോൾ വന്നോ ചിലപ്പോ. എടാ സാമി, ഞാൻ പറഞ്ഞേക്ക് ഓഫീസിലുള്ള ഇത്രയും വലിയ വിശേഷം ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ 14 വർഷമോ? എന്നിട്ട് നിങ്ങൾ ഇതുവരെ എന്ന സിനിമ ചെയ്യായിരുന്നു? എടാ 14 കൊല്ലം അസിസ്റ്റന്റ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നേരെ പിടിച്ച് ഡയറക്ടർ ആക്കാനേ ഇത് ജീവപര്യന്തോന്നല്ല. എടാ പടം ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വേണം, ഭാഗ്യം വേണം. ഇപ്പോഴാണെങ്കിൽ ആർട്ടിസ്റ്റും വേണം, സാറ്റലൈറ്റും വേണം. മോനെ, സിനിമ ഉണ്ടാക്കലല്ല, സംഭവിക്കല. ലാസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ ഈ സഹസംവിധായകനിൽ നിന്നും എടുത്തു മാറ്റുന്ന പോലെ എളുപ്പമല്ല സംവിധായകനാകുക എന്ന് പറയുന്നത്. പഠിക്കുക, ട്രൈ ചെയ്യുക, ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഒബ്സർവേഷൻ. സെറ്റിലെ പണി മാത്രം നോക്കിയാൽ പോരാ. പിന്നെ എടാ ഒബ്സർവേഷൻ, അതാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് വേണ്ട ഏറ്റവും വലിയ ഗുണം. എന്താണ് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക, സേവ് ചെയ്യുക. ഞാൻ നിന്നോട് GK ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്ന ജീവി ഏതാണെന്നറിയോ? ചീറ്റ. വേഗത്തിലല്ല, കൂടുതൽ. അത് വൈൽഡ് ബീസ് അല്ലേ? മറ്റേ ആഫ്രിക്കയിൽ സീബ്രയുടെ ഒക്കെ പുറകെ ഓടുന്ന, മറ്റേ മുതലൊക്കെ പിടിക്കുന്ന? അല്ല. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സമയം പോലും കിട്ടൂല. അസോസിയേറ്റിന്റെ അടുത്ത് നിന്നും ഡയറക്ടറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും കോസ്റ്റ്യൂമറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും കൺട്രോളറിന്റെ അടുത്തേക്ക്, അവിടെ നിന്നും മേക്കപ്പിന്റെ അടുത്തേക്ക്, പിന്നെയും ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക്, ഇവരുടെയൊക്കെ അസിസ്റ്റൻസിന്റെ അടുത്തേക്ക്, അതിൻ്റെ ഇടയ്ക്ക് ക്രൗഡിന്റെ അടുത്തേക്ക്, ക്യാമറാമാൻ്റെ അടുത്തേക്ക്, വല്ല ചില്ലറയും കിട്ടണമെങ്കിൽ കാഷ്യറിന്റെ അടുത്തേക്ക്. പെട്ടെന്നൊന്നും കിട്ടൂല. എന്നാലും ഓടണം, ഓട്ടത്തോടോട്ടം. ഈ ഓട്ടം ഓടി ഒന്ന് ശ്വാസം വിടുമ്പോഴായിരിക്കും കേൾക്കുന്നത് തെരുവിളി. എടാ, കാതിൽ പഞ്ഞി വെച്ചും കണ്ണിൽ ഈർക്കിൽ വെച്ചും കാലിൽ സ്പ്രിങ് വെച്ചും വയറ്റിൽ തീയും തലയിൽ പുകയുമായിട്ടുള്ള ഒരു ജീവിതമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഇങ്ങനെ ഓടി തളരാതിരുന്നവരാണ് ഇന്നും ഓടുന്ന പടങ്ങൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് എന്നും മറക്കാൻ പാടില്ല. തെറിവിളി കേട്ടാലും, ഇൻസൾട്ട് ചെയ്താലും, ചെയ്യാത്ത തെറ്റിന് ചീത്തവിളി കേട്ടാലും ചിരിച്ചുകൊണ്ട് ഓടിച്ചാടി നടന്നാൽ നിനക്കും ഡയറക്ടറാവും. അല്ല, ഇതുപോലെ കുറെ സാധുക്കളെ ഓടിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ടിപ്സ് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇനിയും പേടിപ്പിക്കണോ വിനോദേട്ടാ? പേടിപ്പിച്ചല്ലടാ, പിന്നെ അനുഭവിച്ചത് പറഞ്ഞത്. സിനിമ പഴയ സിനിമയല്ലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പഴയ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. മനസ്സിലായോ? എങ്ങനെയുണ്ട്? കലക്കി പൊളിച്ച് തിമിർത്ത്. ഇനി ഒരു വർഷം. എന്തിനും? ശ്രീവേണ്ട തിരിച്ച് ക്രീസിലിറങ്ങാൻ നെക്സ്റ്റ് സെപ്റ്റംബർ. പക്ഷെ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലാട്ടാ. സുപ്രീം കോടതി വരെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും BCC ഒരു സംഭവമാണ്. ഒരു വർഷം ഇനിയും കാത്തിരിക്കണം. കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമാണ് പോയത്. അത് 7 വർഷത്തെ സ്ട്രഗിള്. പോയതിനെ പറ്റി പറഞ്ഞിട്ട് എന്തായാലും? നഷ്ടപ്പെട്ടതല്ലോ, നഷ്ടപ്പെടുത്തിയല്ലേ. ടീം ഒത്തുകളിയുടെ പേരിൽ ബാൻ ചെയ്തിട്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. കളിയാക്കാനും കുറ്റം പറയാനും മാത്രം 100 നാവ്. എങ്ങനെയാണെങ്കിലും പുള്ളി തിരിച്ചു വന്നല്ലോ, അതാണ് കോൺഫിഡൻസ്, അതാണ് ഇൻസ്പിറേഷൻ. ആരാ പോയേ?
ആര്? അല്ല, നിങ്ങൾ ആരോ തിരിച്ചു വരുന്ന കാര്യമൊക്കെ പറയണ്ടായിരുന്നു. ആ, ശ്രീ. രവിശങ്കറാ? ഉം. ഇയാളെങ്ങോട്ട് പോയി? ഇതാരാന്നറിയോ? ആ, ഇയാള് മറ്റേ ബിഗ് ബോസിലേക്ക് ഉണ്ടായിരുന്ന ആളല്ലേ, ഹിന്ദിയില്? ഇയാളെ നീ വേറെ എവിടെയും കണ്ടിട്ടില്ല? പിന്നെ ആ, ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? തെലുങ്കിലുണ്ടെന്ന് തോന്നുന്നു. മീനാക്ഷി പാർട്ട് 2. ഇന്നത്തെ ടൈം ലിമിറ്റായി. ഇയാൾ എങ്ങോട്ട് പോയിന്ന് പറ. പറഞ്ഞുതരാം. കൊള്ളാം, അടിപൊളിയായി. ഓക്കെ. ഹലോ സാർ, അവിയാണ്. അവിനാഷ്. ആ, നാളെയോ? ആ, ഓക്കെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു സാർ? ക്ലാബ് ബോർഡോ? ആ, കേട്ടിട്ടുണ്ട്. ഇല്ല, അടിച്ചിട്ടില്ല. ആ, നമ്പർ കൊടുക്കാം. റിപ്പോർട്ട് എഴുതണോ? ആ, ഓക്കെ. താങ്ക് യു സാർ. ആ, ഓക്കെ. എന്തടാ? അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുമാതിരി. എന്തേ അവർ വരണ്ടെന്ന് പറഞ്ഞു? ക്ലാപ്പ് അടിക്കാനാണെന്ന്. ആ, റിപ്പോർട്ട് എഴുതണമെന്ന്. പിന്നെ ക്ലാപ്പ് അടിക്കുന്ന ആളുടെ റിപ്പോർട്ട് എഴുതണ്ടേ? ഇതൊരുമാതിരി. എന്ത് പറ്റി? നീ ക്ലാപ്പ് അടിക്കുമ്പോൾ ഡയറക്ടർ റിപ്പോർട്ട് എഴുതണോ? ചേട്ടാ, ക്ലാപ്പ് അടിക്കാന്നൊക്കെ പറഞ്ഞ മോശം പണിയായിട്ട് തോന്നുന്നുണ്ടോ? ചേട്ടാ, നമ്മൾ അത് പഠിക്കാനല്ലോ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്, സംവിധാനം പഠിക്കാനല്ലേ. എടാ എവിക്കുട്ട, ഇതാണ് തുടക്കം. ഇരുന്നിട്ടല്ലേ കാല് നീട്ടാൻ പറ്റൂ. ചേട്ടാ, ഇതൊക്കെ ലാസ്റ്റ് അസിസ്റ്റൻസ് ചെയ്യേണ്ട പണിയാണ്. അപ്പൊ നിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഇത് ചേട്ടാ, അതൊന്നുമല്ല ചേട്ടാ, ഞാൻ ഒരു ആഡ് ഫിലിം മേക്കർ അല്ലേ. എന്നാ പിന്നെ നീ പോണ്ട. നീ ഇല്ലെങ്കിലും അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കിട്ടാൻ അവർക്ക് വലിയ പഞ്ഞൊന്നുമില്ല. ആയിരക്കണക്കിന് പേര് അവിടെ അലിഞ്ഞിരിഞ്ഞ് നടക്കുകയല്ലേ. നിനക്ക് കുറച്ചിലാണെങ്കിൽ നീ പോണ്ട. കുറച്ചിലൊന്നും ആയിട്ടല്ല. വേണ്ടെന്നേ, നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് നിന്റെ ഫോട്ടോ എടുപ്പ് കണ്ട് ഇംപ്രസ്ഡ് ആയാലോ? പൊളിച്ചില്ലേ? ഇത് വെറുതെ കയ്യിലും കൊണ്ട് ക്ലാപ്പ് അടിച്ച് പോവാൻ. നിങ്ങൾ കളിയാക്കുവാണോ? എടാ, ക്ലാപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിനക്ക്? ആ സിനിമയുടെ ഓരോ ഷോട്ടും ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം കാണാനുള്ള അവസരം. ആ സിനിമ ഫിലിമിൽ, ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ ആകുന്നതിന് മുൻപ് നേരിൽ കാണാനുള്ള അവസരം. സംവിധായകനും ക്യാമറാമാനും ആർട്ടിസ്റ്റുകളും എല്ലാവരും തമ്മിലുള്ള ചർച്ചകൾ കേൾക്കാം. ഒരു സിനിമയ്ക്ക് ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്ക് ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ സഭാകമ്പം ഇല്ലാതെയാവും. സെറ്റിൽ ഉറക്കെ സംസാരിക്കാൻ 2 പേർക്കേ അധികാരമുള്ളൂ. ഒന്ന് ഡയറക്ടർക്ക്, പിന്നൊന്ന് ക്ലാപ്പ് ബോയ്ക്ക്. നമ്പർ വിളിച്ച് പറയണ്ടേ? ക്ലാപ്പിൽ നിന്ന് തന്നെയാണ് നീ സംവിധാനം പഠിച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ ഒരു ക്ലാപ്പും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. 1000 മൈലുള്ള യാത്ര തുടങ്ങുന്നത് ആദ്യ ചുവടുവെപ്പ് വെച്ചുകൊണ്ടാണ്. ഇതൊരു ചൈനീസ് പഴമൊഴിയാണ്, മനസ്സിലായോ? ഇത് ഏത് സിനിമയിലാണ്? ഇത് ജാക്കി ചാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയപ്പോ ക്ലാപ്പ് അടിക്കാൻ നിന്നപ്പോ പറഞ്ഞു കൊടുത്താ. ആര്? ഈ ഞാൻ. പോയി ക്ലാപ്പ് അടിക്കടാ. അല്ല, അയാളുടെ ഫോട്ടോ ഒന്നും നീ അവിടെ ഒട്ടിക്കണേ? അയാളല്ല, ശ്രീശാന്ത്. ആ, ശ്രീകാന്ത്. ഞാനും പേരാലോചിക്കായിരുന്നു. അപ്പൊ നിനക്ക് ആളെ അറിയാല്ലേ? ആ, അതല്ല ഞാൻ പറഞ്ഞ എനിക്കറിയാന്ന്. ബിഗ് ബോസ്. അത് മാത്രമൊന്നുമല്ല. ബോളിവുഡ് പടം. അതുമാത്രല്ല, പുള്ളിയുടെ ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിക്കി കൽറാണിയുടെ കൂടെ. കളിയാക്കല്ലേ മോനെ, അത് ധർമ്മജന്റെ FB പോസ്റ്റ് അല്ലേ? നിക്കിക്കൊപ്പം നിക്കറിട്ട്. ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല കേട്ടോ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെന്താ പുള്ളിയുടെ ഫാൻസാ? അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ല? എന്ത്? ശ്രീയാണ് അബിയുടെ പടത്തിലെ ഹീറോ. ആണാ? പടത്തിന് ടൈറ്റിൽ ഇട്ടാ? പേര് ഗോപുവിന്റെ പ്രതികാരം. ഓ, മഹേഷിന്റെ പ്രതികാരം പോലെ. മഹേഷിന്റെ പ്രതികാരം പോലെ അല്ല, ഇത് അടിച്ചമർത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ്. റിട്ടേൺ ഓഫ് ശ്രീ. അടുത്ത സെപ്റ്റംബറിലെ റിലീസ്. ക്രിക്കറ്റ് ഓൺ സബ്ജക്ട്. ഓ, 1983 പോലെ. 1983 കണ്ടിട്ടുണ്ടോ? പിന്നെ. അപ്പൊ ക്രിക്കറ്റ് അറിയോ? പിന്നെ. അപ്പൊ മെസ്സിനെയൊക്കെ അറിയാതിരിക്കല്ല. സ്പോർട്സ്മാൻ ആണ്. അങ്ങനൊന്നുമില്ല. മെസ്സിന്റെ ഇൻസ്വിംഗും ഫ്രീ കിക്കും ശ്രീശാന്തിന്റെ ഔട്ട് സ്വിങ്ങും ഒക്കെ ഇഷ്ടം. ശ്രീശാന്തോ? അതാരാ? മലയാളിയാണോ? കൊച്ചിക്കാരനാ. 2000 T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ ഓർമ്മയില്ലേ? മിസ് ബൗൾ ഹാക്കിന്റെ വിക്കറ്റ്, ജോഗേന്ദ്ര ശർമ്മയുടെ ബൗളിംഗ്, ഫൈൻ ലെഗിലെ ശ്രീശാന്തിന്റെ ക്യാച്ച് ഓർമ്മയില്ല? ഔട്ട് സ്വിംഗ് ഗൂഗിളി അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലെഗ് സ്പിന്നറുടെ ഓഫ് സ്പിൻ. ഗൂഗിളി റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാന്റെ ഉള്ളിലോട്ട് വരും, ഔട്ട് സ്വിംഗർ പുറത്തേക്ക് പോകും. ശ്രീശാന്ത് കളിക്കാൻ തുടങ്ങിയത് കുംബ്ലയെ പോലെ ലെഗ് സ്പിന്നർ ആയിട്ടാണ്.
പിന്നെ പുള്ളിയുടെ ചേട്ടൻ ദീപുവിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഫാസ്റ്റ് ബൗളർ ആയത്. ശ്രീയുടെ ഔട്ട് സിംഗർ മോനെ ഒരു രക്ഷയില്ല. കപിൽ ദേവ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഔട്ട് സിംഗർ കളിക്കുന്ന ഒരു ഇന്ത്യൻ ബൗളർ അല്ല. ആരാ പടത്തിന്റെ മ്യൂസിക്? മ്യൂസിക് മധു ബാലകൃഷ്ണൻ കിട്ടോ നോക്ക്, പുള്ളിയാണെങ്കിൽ പൊളിക്കും. നേരുമല്ലോ. ഒരു നഷ്ടം വേദനിപ്പിക്കുന്നുണ്ടല്ലേ? നഷ്ടം? നഷ്ടബോധം. ബോധ്യമാണല്ലോ നേട്ടവും നഷ്ടവും തീരുമാനിക്കുന്നത്. അതെ അതെ. എല്ലാവരും പറയുന്ന പോലെ യു വിൽ ഗെറ്റ് ഓവർ ഇറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയില്ല. നഷ്ടങ്ങളും വേർപാടുകളും ഒക്കെ നല്ലതാണ്. ഒരു സേയിങ് ഉണ്ട്, ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ വി ഹാവ് ലോസ്റ്റ് എനിത്തിങ് ദാറ്റ് വി ആർ ഫ്രീ ടു ഡു എവറിത്തിങ്. കാരണം നല്ലതാണെന്നൊക്കെ പറയുന്ന പോലെ. നീ ഒന്നും മിണ്ടാതിരിക്കോ കുറച്ചു നേരം? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്നാൽ നീ പറ, ഞങ്ങൾ കേട്ടിരിക്കാം. ഇവനെ നഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നടക്കില്ല മോനെ, അവസാനം വരെ കൂടെ കാണും, പൾസ് പോലെ. പക്ഷേ പൾസറിന്റെ ഗുണമാണ് ചെയ്യുന്നതെന്ന് മാത്രം. ആ എക്സാക്ട്ലി. ആ കോമഡി എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കൗണ്ടർ അടിക്കുന്നില്ല. കബഡി നിരത്ത് സ്വാമി, നിരത്ത്. ആ കൈ ഉണ്ടോ? കൈ മൗനം ബലഹീനതയല്ല, ഇതൊരിടവേളയാണ്. വലിയ വലിയ തിരിച്ചറിവുകൾക്കുള്ള നിസ്സാരമായ ഇടവേള. കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെയല്ല, അല്ല. പക്ഷേ നേടാനുള്ളതെല്ലാം നമ്മുടെയാണെന്ന് വിചാരിക്കാം. വലിയ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന നാളുകളാണ് അവിനാഷിൻ്റേത്. നിരാശ ഒരിക്കലും നാളത്തെ പ്രശ്നങ്ങൾ തീർക്കില്ല. അത് ഇപ്പോഴത്തെ സമാധാനം കളയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക. മനസ്സിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുക. പലർക്കും അപ്രതീക്ഷിതമായി കടന്നു വരാനുള്ളതാണ്. അടിപൊളി. സാധാരണമല്ലാത്ത ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയല്ലേ അവിനാഷ്. അവഗണന പോലും അർഹിക്കാത്ത കാര്യങ്ങളെപ്പറ്റി നിരാശപ്പെടാതിരിക്കുക. എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്? അതെ. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ഓ ഒരു സെക്കൻഡ്. ആ വിനോദേട്ടാ, എന്തത്യാവശ്യം? ഇവളാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്നയാൾ പറഞ്ഞതിന്. ഞാൻ വരാം. ആ ശരി. എടാ ഞാൻ ഒന്ന് ചെല്ലാണ്. എടാ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഇറങ്ങും, ഒന്ന് സ്റ്റുഡിയോയിലേക്ക് പോകണം. ആയിക്കോട്ടെ കെ, അപ്പം എന്തായാലും വന്നതിന് താങ്ക്സ്. ഓ നോ പ്രോബ്ലം മാൻ. ഓക്കെ. അപ്പോൾ അഭിനേഷൻ എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഹായ്. ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ഓഫാ. എന്ത് ഓഫീസ്? അതറിയില്ലേ? പിന്നെ കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ല? അല്ല ഇപ്പോ ഇവിടെയാണോ പണി? അങ്ങനൊന്നുമില്ല. എവിടെ ഞാനുണ്ടോ അവിടെ അല്ല, എവിടെ പണിയുണ്ടോ അവിടെ ഞാനുണ്ട്. അതെനിക്കറിയാലോ. ഭാഗ്യം, അത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഓർഡർ സർ. ഒരു ബ്ലാക്ക് കോഫി, ബാക്കി പിന്നെ പറയാം. എടോ ക്ഷമിക്കണോ, സോറി. ഒന്നുമില്ല, ഞാൻ തൻ്റെ കണ്ണ് രക്ഷപ്പെടുത്തിയില്ലേ? അല്ല ഇപ്പം കാണായിരുന്നു, കടൽ കൊള്ളക്കാരെ പോലെ കറുത്ത തുണിയൊക്കെ കണ്ണി കെട്ടി നടക്കണ്ടായിരുന്നു ഒരു കണ്ണിൽ. തമാശ. വേറെന്തൊക്കെയുണ്ട് വിശേഷം? താനേ സൊല്ലാമലെ എന്ന് പറഞ്ഞൊരു തമിഴ് പടം കണ്ടിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് പടമാണ്. നമ്മുടെ ലിവിങ്സ്റ്റണും നന്ദിനിയൊക്കെ അഭിനയിച്ചത്. കരുമാടിക്കുട്ടലിലെ നന്ദിനി കണ്ടിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. തോന്നി. അതിൻ്റെ കഥ എന്താണെന്നറിയോ? അത് നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് വരുന്നൊരു വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു നായകനാണ്. പുള്ളി നായികയെ കണ്ടുമുട്ടുന്നു. അപ്പം നായികയുടെ ഗ്ലാമറും സ്മാർട്ട്നെസ്സും സൗന്ദര്യവും കുലീനതയും ആഭിജാത്യവും അന്തസ്സും ഒക്കെ കണ്ട് മൂപ്പര് കുറച്ച് സമയം അങ്ങോട്ട് മ്യൂട്ടായി പോകുന്നു, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട് നമ്മുടെ നായിക വിചാരിക്കാണ് പുള്ളിക്കാരൻ ഊമയാണെന്ന്. അങ്ങനെ ഒരു സിമ്പതി വർക്കൗട്ട് ആവുന്നു. അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആവുന്നു. പലതവണയും നമ്മുടെ നായകൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഊമയല്ല എന്ന്, പക്ഷെ പറ്റുന്നില്ല. അവസാനം ഒരു ദിവസം അവൾ തിരിച്ചറിയാണ് അവൻ ഊമയല്ല. അപ്പം ആ കുറ്റബോധം അവന് സഹിക്കാൻ പറ്റാതെ അവൻ എന്താ ചെയ്തെന്നറിയോ? അവൻ്റെ നാക്ക് മുറിച്ച് കളയാണ്. ആ ക്ലൈമാക്സ് കാണണം, കരച്ചിൽ വരും. ആർക്ക്? എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ നാവ് പോലെയല്ല, കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരയാൻ പോലും പറ്റില്ല. എനിക്കിനൊന്നും നോക്കാനില്ല. ഇവിടെ 2 ഫോർക്ക്. ഏത് കണ്ണ് കുത്തിപ്പൊട്ടിക്കണം? സോറി.
ഓക്കെ, അപ്പൊ കണ്ണ് സൂക്ഷിച്ചു വെച്ചോ ഈ ഗുണ്ടകണ്ണ്. ഇനി വേല തരെടുത്താലേ ഞാൻ ശരിക്കും കുറ്റിപ്പിട്ടു. കൊടുക്കൈ. താങ്ക് യു. എടാ ആ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തടാ. ആ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ ഫൈൻ. ഇനി ഈ ലൈറ്റ് സെൻറ്റർ ചെയ്ത്. സെൻറ്റർ ചെയ്തോ. ഓക്കെ അല്ലേ? നോക്കിയേ, സെൻറ്റർ അല്ലേ? ഓക്കെ പോര്. ഓക്കെടാ, നീ ആ പിക്സ് എഡിറ്റ് ചെയ്തു. ഓക്കെ. അവിനാഷ്, നിങ്ങളായിരുന്നോ? ഞങ്ങൾ കുറെ കാലം വിചാരിക്കും ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം. ആ കല്യാണ സമയത്ത് എടുത്തൊന്നും ശരിയായില്ല, എല്ലാം ടൈറ്റിലൊക്കെ ആയിപ്പോയി. അപ്പൊ ഞാനാ പറഞ്ഞേ ഇങ്ങോട്ട് പോരാന്ന്. അവിയാകുമ്പോ നല്ല കിടലിനായിട്ട് പിക്സ് എടുത്ത് തരുമല്ലോ. കൊള്ളാലോ, അടിപൊളി. തകർത്ത് കൈ തരാം. തകർക്കാനോ? അല്ല, അടിപൊളിയാക്കി തരാം. നിന്നോ. അവിടെ ഇരുന്നോട്ടോ. ആ ചേട്ടാ, നമുക്ക് കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് എടുക്കാം. ഒന്ന് പുറകിലേക്ക് നിന്നിട്ട് ആ കൈ ഒന്ന് തോളത്തിട്ടോ പുള്ളിക്കാരുടെ. ഇനി ചെറിയൊരു സ്മൈൽ തന്നെ. ഫൈൻ. ഓക്കെ, ആ ലെഫ്റ്റ് കൈ ഒന്ന് തോളത്ത് വെച്ച പുള്ളിക്കാരുടെ. നിന്റെ കൈ വെച്ച് ഫേസ് കവർ ചെയ്യില്ല നീതു. ഫൈൻ. ഒരു ചെറിയ ചിരി തന്നെ. ഓക്കെ, റെഡി. ഓക്കെ, ഇനി തമ്മിലൊന്ന് നോക്കി സ്മൈൽ ചെയ്ത്. ഓക്കെ. ഓക്കെ, നൈസ്. ഇനി നല്ലൊരു ചിരി തന്നെ. പെർഫെക്റ്റ്. പുള്ളി പറയുന്നതൊക്കെ പക്ഷേ സത്യമായിരിക്കും. ഇതുവരെ പറഞ്ഞൊക്കെ സത്യമാണോ? അതാണ്. ആരും നീ പറഞ്ഞാ? ഞാനല്ല, കേ. അതല്ലേ, അല്ലാതെ നീ എന്ന് സത്യം പറഞ്ഞിട്ടുള്ളത് അല്ലടാ. നീ ആ കാര്യത്തിൽ മോശമൊന്നുമല്ല. സത്യം പറയുന്ന കാര്യത്തിലല്ലേ? സത്യം പറയാതിരിക്കുന്ന കാര്യത്തില്. എന്നാ ഞാൻ സത്യം പറയട്ടെ. അതെനിക്കറിയോ എങ്ങനെയാണെന്ന്. എടാ, ഇവിടെ എന്റെ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ പടത്തിന്റെ 2020 സെപ്റ്റംബറിൽ റിലീസ്. അപ്പൊ ആ ദിവ്യയെ പറ്റിക്കാൻ നോക്കിയതാ. ദിവ്യയുടെ ഒരൊറ്റ ബോൺസർ, കൺകഷൻ ഇഞ്ചറിയാണ്. തല റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന നമ്മളെ. ഒരു മിനിറ്റ്, നീ കൂടെ ഒന്ന് ഇനി വാ. നീ ഞാൻ സത്യം പറയട്ടെ. അതിന് തന്നെയാണല്ലോ നീ കുറച്ചു നേരം ശ്രമിച്ചത്. എന്നാ കേട്ടോ, എനിക്ക് നിന്റെ ഒരു രഹസ്യം അറിയാം. എന്ത് രഹസ്യം? നീ പരസ്യാക്കിക്കോ. ഇങ്ങോട്ട് വന്നോ. എന്ത് രഹസ്യം? നീയും ദിവ്യയും തമ്മിലുള്ള എന്ത്? ഞാൻ കേട്ട്. നീ കേട്ടാ? ഇല്ല, ഞാനേ കേട്ടുള്ളൂ. എന്ത് കേട്ടത്? നീ എന്താ പറയണേ? ഉറക്കെ പറയണോ അതോ പതുക്കെ പറയണോ? പതുക്കെ പറഞ്ഞാ പോരെ. എന്നാ കേട്ടോ, ഞാൻ അതും കണ്ടുപിടിച്ചു. എന്ത്? നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് അങ്ങ് വെറും സ്റ്റോറിൽ മാത്രമല്ല, പിന്നെ അത് ഗോഡൗണിലും വെയർ ഹൗസിലും ഫാക്ടറിയിലും വരെ ഉണ്ട്. ഏത് ഗോഡൗൺ? ഏത് ഫാക്ടറി? ഇൻസ്റ്റാൾമെന്റിൽ പറഞ്ഞുതരാം കേട്ടാ. ഇപ്പം ഇത് മതി. ഇനി നിന്നെ FBIക്ക് വെക്കണോ അതോ നാസയ്ക്ക് വെക്കണോ, മൊസാദിന് തൂക്കി കൊടുക്കണോ, നീ തന്നെ തീരുമാനിക്കും. എന്തു പറ്റിയടാ? കൺകഷൻ ഇഞ്ചുറിയാ. പെരുപ്പ് വിടാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെ നീ പിടിക്കും. മോൻ കളിച്ചു.